പൂർത്തിയായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു മിനിറ്റ് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു വർഷത്തെ ഈ 9 ദിവസത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കാത്തിരിപ്പ് പറയാം. അതിലെല്ലാവരും കാത്തിരുന്ന ആ മുഹൂർത്തമാണ് പുഷ്പവൃഷ്ടിക്കായുള്ള വിമാനം നമുക്ക് അമ്പലത്തിന് മുകളിലൂടെ പറക്കുന്നത് നമുക്ക് കാണാം. പണ്ടാരയടുപ്പിൽ നിവേദ്യം അർപ്പിക്കുന്നതിന്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്കും നിവേദ്യം എത്തുന്ന പണ്ടാരടുപ്പിലെ പൊങ്കാല നിവേദ്യം പൂർത്തിയായിരിക്കുകയാണ്. ആ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കാനായി എടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് നിവേദ്യം എത്തിക്കും. അതിനായി നിയോഗിച്ചിട്ടുള്ള തന്ത്രിമാർ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പലയിടങ്ങളിലേക്കായി പുറപ്പെട്ടിരുന്നു. അവർ വളരെ വേഗത്തിൽ തന്നെ ഈ നിവേദ്യം തളിക്കും. എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് മടക്കയാത്രയാണ്. അടുത്ത വർഷം വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഭക്തരും ആറ്റുകാലമ്മയോട് യാത്ര പറഞ്ഞ് പോകുന്ന കാഴ്ചകളായിരിക്കും. വിപുലമായ സൗകര്യങ്ങളാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും KSRTC ഉൾപ്പെടെ പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി പിരിഞ്ഞുപോകിന്റെ സമയമാണ്. എല്ലാ സാധന സാമഗ്രികളും പാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ഈ നിവേദ്യം കൂടി തളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നവമി, ഒരു വൈകാരികമായ കാഴ്ചകൾ കൂടിയാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കുക. കാരണം എത്ര ദിവസമായി ഇവർ ഈ തലസ്ഥാനത്തെത്തി ഓരോ ദിവസവും അമ്പലത്തിൽ ദർശനം നടത്തും. അതിനു മുൻപ് 1 മാസം മുമ്പേ എവിടെ പൊങ്കാലിടണം, ക്ഷേത്രത്തിന് ഏറ്റവും അടുത്ത് തന്നെ അടുപ്പ് കിട്ടുന്ന രീതിയിലേക്ക് അവർ വരുന്നു, പേരെഴുതിയിടുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷത്തിലേക്ക് അവർ കാത്തിരുന്നു. രാവിലെ തന്നെ പുലർച്ചെ മുതൽ തന്നെ പൊങ്കാലിടുന്നതിന് മുൻപായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. ഇത്രയും ഉച്ച വെയിലൊക്കെ കൊണ്ട് ആഹാരം കഴിച്ച ആ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നു. അതിനുശേഷം ഈ നിവേദ്യം ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഒരു മടക്കമാണ്. നേരത്തെ രേണുക പറഞ്ഞതുപോലെ തന്നെ ആറ്റുകാലമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ആറ്റുകാലമ്മയെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും വരാമെന്ന് പറഞ്ഞ് പോകുന്ന തിരിച്ചു വീട്ടുകളിലേക്ക് മടക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇന്ന് ഈ തലസ്ഥാനത്തുള്ളത്. ഈ ഒരു നിമിഷം അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തെ കാത്തിരിപ്പ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ഒരുപാട് പ്രാർത്ഥനകളാണ്, ഒരുപാട് നേർച്ചകളാണ് ഇനിയും പല 101 കലങ്ങളിലൊക്കെ പൊങ്കാല ഇടുന്ന നമുക്ക് വെടിവെച്ചകൾ പോലെ കേൾക്കാം. ഇത് പലയിടങ്ങളിലേക്ക് ഈ പൊങ്കാല നിവേദ്യം പൂർത്തിയായി അതിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയുള്ള കഥന മുഴക്കുന്നതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കാണുന്നത് ഡ്രോൺ വിഷ്വൽസ് ഉൾപ്പെടെ ശേഖരിക്കുമ്പോൾ കാണുക ഈ ആളുകളുടെ ഒരു ഭാഗത്തേക്കുള്ള ഒഴുക്കായിരിക്കും, അല്ലെങ്കിൽ പല ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്ന ഒഴുക്കായിരിക്കും. ഒരു വലിയ സന്ദേശം കൂടിയാണ്. കാരണം എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും എല്ലാവരും സമന്മാരാകുന്ന ഒരു കാഴ്ച കൂടിയാണ്. അവൻ വെയിലിന് മുന്നിലായാലും മണ്ണിന് മുന്നിലായാലും ഒക്കെ സമന്മാരാണ്. ഒരേപോലെ വന്ന് വഴിയിൽ ഒരേപോലെ കലങ്ങൾ കൂട്ടി അത് ഇപ്പോഴത്തെ
തമ്പാനൂരിൽ നിന്നും ഭക്തജനങ്ങളൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള വഴിയൊക്കെ പോലീസുകാർ തന്നെ ഒരുക്കി നൽകുന്നുണ്ട്. റോഡരികിൽ ഒരുക്കിയിട്ടുള്ള അടുപ്പുകളൊക്കെ നീക്കി കൊടുത്തുകൊണ്ട് പോലീസുകാർ അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഭക്തജനങ്ങൾക്ക് സുഗമമായി പോകാനായി ബാരിക്കേഡുകളൊക്കെ ഒരുക്കിക്കൊണ്ട് പോലീസ് വഴിയൊരുക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നവമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇനി ഒരു വർഷത്തോളം കാലം അടുത്ത പൊങ്കാലയ്ക്കായി കാത്തിരിക്കണം. ആ ഒരു കാത്തിരിപ്പിനുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒഴിഞ്ഞ അടുപ്പുകളും ഒഴിഞ്ഞു കിടക്കുന്ന ഇത്രയും നേരം നിറഞ്ഞു കവിഞ്ഞിരുന്ന സ്ത്രീജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്ന സ്ഥലമൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KSRTC സ്റ്റാൻഡിലേക്കാണെങ്കിൽ പോലും ഇവിടെ നിന്ന് നിരവധി ആളുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമ്പാനൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് അടുപ്പ് കൂട്ടി ഈ ഒരു ഭാഗത്ത് പൊങ്കാല ഇടാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. ഈ പൊങ്കാല ഇട്ടതിന് ശേഷം തിരിച്ചു പോകാനുള്ള ഒരു എളുപ്പം കൂടി നോക്കിയാണ് ആളുകൾ ഈ ഒരു തമ്പാനൂർ ഇത്രയും അധികം ആളുകൾ പൊങ്കാല ഇടാനുള്ള ഒരു സ്ഥലമായി തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല ഇടാനായിട്ട് വരുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു സാധ്യതയെ മറികടന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയാണ് ഇത്രയും സ്ത്രീകൾ ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ പൊങ്കാല അടുപ്പുകൾ ഒരുക്കുന്നത്. നമ്മൾ രാവിലെ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ എടുത്തപ്പോൾ കണ്ടിരുന്നു നിരവധി ആളുകളാണ് ഈ ഒരു KSRTC സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലുമൊക്കെ ആയിട്ട് പൊങ്കാല അടുപ്പുകൾ ഒരുക്കിയിട്ടുള്ള അവരൊക്കെ ഇപ്പോൾ ആദ്യം മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മടങ്ങിപ്പോയതിനു ശേഷം ഇനിയിപ്പോൾ പുറകെയുള്ള ആളുകൾ, അതായത് ആറ്റുകാൽ അമ്പലത്തിനടുത്ത് നിന്നും പൊങ്കാലയിട്ട ആളുകളൊക്കെ ഇപ്പോൾ മടങ്ങിപ്പോകും. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസുകാർ ഇതൊക്കെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളെ പോകാൻ സഹായിക്കുന്ന ചില കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ആ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നിവേദ്യം സമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറേ ആളുകൾ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. മറ്റു ചില ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു.